കഞ്ഞിക്കുഴിയിലെ കാർഷിക മേഖലയുടെ അഭിമാന പദ്ധതിയായ കൃഷിമുറ്റം പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പാവൽ, പടവലം, പീച്ചിൽ, വെണ്ട, പയർ, കുറ്റിപ്പയർ എന്നിവയുടെ 3.5 ലക്ഷം തൈകളാണ് സൗജന്യമായി വീട്ടുമുറ്റങ്ങളിലേക്ക് നൽകുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ പുഷ്പജൻ ഉത്തരപ്പള്ളിയുടെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സ്വാഗതവും കൃഷി ഓഫീസർ റോസ്മി ജോർജ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഫെയ്സി വി ഏർനാട, ഷീല പ്രതീഷ്, രജനി രവിപാലൻ, എ പുഷ്പവലി, സി കെ ശോഭനൻ, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ എം ഡി സുധാകരൻ, കെ കൈലാസൻ, കാർഷിക വികസന സമിതി അംഗങ്ങളായ വി പ്രസന്നൻ, എച്ച് അഭിലാഷ്, ഷീല പാപ്പച്ചൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അനില, സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് എസ് പി സുജിത് എന്നിവർ സംസാരിച്ചു. 5% ഭക്ഷണവും കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതാണ് കൃഷിയുടെ പ്രാധാന്യം. ഈ കൃഷിഭൂമിയെല്ലാം കൂടി വലിയ വലിയ ആൾക്കാരുടെ കയ്യിലേക്ക്, അതിന് വേറൊരു പേരാണ് ഈ കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പോയാൽ നമ്മുടെ വിശപ്പിൻ്റെ വില കൂടും. വിശപ്പിന് വിലയിടാൻ മറ്റുള്ളവർ എത്തും. വിശപ്പിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കൂടുന്നു എന്നാണ് അർത്ഥം. അവിടെയാണ് ഇതിന് കൃഷിക്ക് പ്രാധാന്യം വരുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ഇത്രയും അമ്മമാർ സഹോദരിമാരുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് പഴകിയതാണെന്ന് വിചാരിക്കേണ്ട. വലിയ താല്പര്യപൂർവ്വമാണ് കൃഷി കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മുഴുവൻ പേരെയും ആത്മാർത്ഥമായിട്ട് അവർ ടീം കഞ്ഞിക്കുഴി എന്നൊക്കെ ഇങ്ങനെ സന്തോഷം നമ്മുടെ ഗീതാ കാർത്തികനൊക്കെ പറയും. കഞ്ഞിക്കുഴി ടീം കഞ്ഞിക്കുഴി തന്നെയാണ്. ഈ മണൽ പരപ്പിൽ ഈ പ്രത്യേകമായി ഈ ചൊരി മണലിൽ എങ്ങനെ കനകം വിളയിക്കാം എന്ന്, കനകത്തിനപ്പുറത്തേക്കാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം. പക്ഷെ നമ്മൾ ഭക്ഷണത്തിനല്ല വില, സ്വർണത്തിനാണ് വില. സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടു, പക്ഷേ ഇടാനുള്ള ആയുസ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. നമ്മളെ ഒന്നും മരിച്ചു കഴിഞ്ഞാൽ അധികം ആരും ഓർക്കുകയില്ലെന്ന് ആലോചിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് ഏറ്റവും നല്ല ജീവിതമാണ്. കഴുത്തിലും കാതിലും കിടക്കുന്ന സ്വർണത്തിൻ്റെ ഇത് വെച്ചിട്ടല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ ഭാവി അറിയാൻ കൈനോട്ടക്കാരുടെ മുമ്പിൽ കൊണ്ട് കൈ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൃഷി നാടിൻ്റെ കൃഷിയിടം നോക്കിയാൽ മാത്രം മതിയാവും. നിങ്ങളുടെ ഭക്ഷണം നോക്കിയാൽ നിങ്ങളുടെ ഭാവി പറയാം. നിങ്ങൾ രോഗിയാവുമോ ഇല്ലയോ എന്നുള്ളത് കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. അതിൻ്റെ പരിഗണനയാണ് ഈ പദ്ധതി. ഇനി ഞാൻ സംസാരിച്ചാൽ 18 വാർഡുകളിലെയും പ്രത്യേകം തയ്യാറാക്കിയ തൈ ഉൽപ്പാദന യൂണിറ്റിലെ അംഗങ്ങൾക്കൊപ്പം ജനപ്രതിനിധികളും കൈകോർത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് കൃഷിമുറ്റം പദ്ധതിയുടെ വിജയം. വിവിധ തലങ്ങളിലെ ആസൂത്രണവും പങ്കാളിത്തവും കൊണ്ടും വ്യത്യസ്തവും ശ്രദ്ധേയവും മാതൃകാപരവുമാണ് കൃഷിമുറ്റം പദ്ധതി. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്.